അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, വിഷമമുണ്ട്, സങ്കടമുണ്ട്. കാണുന്നവരെ എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. അള്ളാഹ് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. മക്കാര് പേടിച്ചു വിറച്ചിരിക്കുകയാ. അങ്ങനെ കൈവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോ മക്കയുടെ അതിർപ്രദേശത്തിന് പാതിരാ സമയത്ത് നൂറുകണക്കിന് കൊളുത്തിയ പന്തങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ 10,000-കണക്കിന് ആയുധധാരികളായ അനുയായികളുമായി കടന്നു വരുന്നത് കണ്ട് മക്കാര് പേടിച്ചു വിറക്കുകയാ. ഉമ്മമാരെ കെട്ടിപ്പിടിച്ചിട്ട് മക്കളെ കരയാൻ തുടങ്ങി. ഇന്ന് മുഹമ്മദ് കണക്ക് തീർത്തത് തന്നെ. കണക്ക് തീർത്തിയാൽ പിന്നെ മക്കയിലൊരു മനുഷ്യൻ ബാക്കി ഉണ്ടാവില്ല. ചരിത്രത്തിന്റെ രചനരേഖകളുടെ പുസ്തക താളുകൾ മറിച്ചു നോക്കുക. എല്ലാവരും മക്കാര് പേടിച്ചിരിക്കുമ്പോ ആരോ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് മക്കയിലെത്തി. സംഹാര താണ്ഡവമാടുന്ന പ്രതികാരത്തിന്റെ പ്രതിപാദ നടപടികളെ മനസ്സിലോട്ടുകൊണ്ട് മക്കാര് പേടിച്ചു മറിച്ച് കൈവാലയത്തിന്റെ മുറ്റത്ത് വന്നിരിക്കുമ്പോ കൈവാലയം എന്ന് പറയുന്ന തന്റെ 13 വർഷം മുമ്പ് ആട്ടിയൊടുക്കപ്പെട്ട ജനതയുടെ മണ്ണിലേക്ക് കാലുകുത്തിയപ്പോ കൈവാലയത്തിന്റെ മുറ്റത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ മുമ്പിലെത്തി. 10,000-കണക്കിന് ഉമർ റളിയല്ലാഹു അൻഹുടക്കമുള്ള ആയോധന വിദഗ്ധരും അധികായന്മാരുമായ 1000-കണക്കിന് സഹാബത്തിന്റെ വാളുകൾ വെട്ടിത്തിളങ്ങുകയാ. കഴിഞ്ഞ പ്രാവശ്യം തങ്ങളോട് തങ്ങളെ ആക്രമിക്കണം കറുത്തവനായ ബിലാലുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ പ്രതികാരത്തിന്റെ പത ഇങ്ങനെ നുണഞ്ഞു പൊത്തുകയാ. പക്ഷേ കൈവാലയത്തിന്റെ മുറ്റത്തെത്തിയപ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇത് ബോണപ്പാട്ടിന്റെ അലക്സാണ്ടറിന്റെ ചരിത്രമല്ല, എരിട്ടോ മുസ്സാലിനിയുടെ ചരിത്രമല്ല. ഇത് കംബോഡിയയുടെ ഏകാധിപത്യ പോൾപോട്ടിന്റെ ശിക്ഷ കൊടുക്കുകയാ. കൈവാലയത്തിന്റെ മുറ്റത്തെ വിശദീകരിക്കാൻ സമയമില്ല. ആദ്യമായി ഹബീബായ നബിതങ്ങൾ വന്നപ്പോ മക്കാര് മുഴുവനും പഴയകാലത്ത് അബൂജഹലിന്റെ തല മുഴുവനും മക്കയുടെ കൈവാലയത്തിന്റെ മുറ്റത്ത് ഒരുമിച്ചുകൂടി. മുട്ടുകൾ ഇടിച്ചുകൊണ്ട് പേടിക്കുന്ന മനസ്സുമായി ഒരുമിച്ചു കൂടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നേരെ വന്ന് കൈവാലയത്തിന്റെ മുറ്റത്തൊന്ന് തവാഫ് ചെയ്തു. നിർഭനായി ഒരാള് തകരാനില്ലാതെ, ഒരാള് എതിർക്കാനില്ലാതെ കൈവാലയത്തിന്റെ മുറ്റത്ത് സ്വതന്ത്രമായി തവാഫ് ചെയ്ത റസൂലുള്ളാഹ്. ആ സമയത്തൊക്കെ പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിൽ പഴയകാല സ്മരണയുടെ ഇരമ്പലുകളുണ്ട്. ഇവിടെയാണ് തന്നെ ഒട്ടകത്തിന്റെ കുടൽമാല